സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ചരിത്ര നീക്കവുമായി എത്തിയിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. ഗവർണറുടെ അനുമതിയില്ലാതെ ബില്ലുകൾ ഇപ്പോൾ നിയമമാക്കിയിരിക്കുകയാണ്. ഇതാദ്യമായാണ് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാക്കുന്നത്. 10 ബില്ലാണ് ഇപ്പോൾ തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണർ NR രവിയുടെ നടപടി നിയമവിരുദ്ധമായെന്നും സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ബില്ലുകൾക്ക് ഗവർണറുടെ അനുമതി ലഭിച്ചതായി കണക്കാക്കുമെന്നും അതിന്മേൽ രാഷ്ട്രപതി സ്വീകരിച്ചേക്കാവുന്ന നടപടികൾക്ക് നിയമസാധുത ഉണ്ടാവില്ലെന്നും സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഗവർണർ RN രവി തടഞ്ഞുവെച്ച 10 ബില്ലുകളാണ് ഇപ്പോൾ നിയമമാക്കിയിരിക്കുന്നത്. സുപ്രീം കോടതി വിധി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതുവരെ തമിഴ്നാട് സർക്കാർ കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ വിധി അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ബില്ലുകളെല്ലാം നിയമമായി എന്ന അറിയിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ഇത്തരത്തിൽ ബില്ലുകൾ നിയമമാക്കുന്നത് ആദ്യമായിട്ടാണെന്നും തമിഴ്നാട് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. സർവകലാശാല ഭേദഗതി ബിൽ ഉൾപ്പെടെ പുതിയ നിയമത്തിൽ പ്രാബല്യത്തിൽ വന്നു. ഇതോടെ തമിഴ്നാട്ടിലെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനം ഇനി മുഖ്യമന്ത്രിയായിരിക്കും വഹിക്കുക. ഇതുവരെ ഗവർണറായിരുന്നു ചാൻസലർ സ്ഥാനത്തുണ്ടായിരുന്നത്. ബില്ല് നിയമമായതോടെ തമിഴ്നാട്ടിലെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന നടപടികളിലേക്ക് അധികാരം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിനായി രജിസ്ട്രേഷന്മാരുടെയും ബന്ധപ്പെട്ടവരുടെയും യോഗം വിളിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചുവെച്ചതിനെ തുടർന്ന് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് സർക്കാരിന് അനുകൂലമായി സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. ബില്ലുകൾ പിടിച്ചുവെച്ച തമിഴ്നാട് ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്നും 10 ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടി റദ്ദാക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. നിയമസഭ വീണ്ടും പാസാക്കി അയക്കുന്ന ബില്ലുകൾ ആദ്യ ബില്ലിൽ നിന്നും വ്യത്യസ്തമെങ്കിൽ മാത്രമേ രാഷ്ട്രപതിക്ക് വിടാൻ അവകാശമുള്ളൂ എന്നും കോടതി വിധിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഉപദേശത്തിന് അനുസരിച്ചാകണം ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അനുച്ഛേദം 200 അനുസരിച്ച് ഗവർണർക്ക് വിവേചനാധികാരം എന്ന ഒന്നില്ല. അനുച്ഛേദം 200 പ്രകാരം നടപടികളിൽ ഒന്ന് സ്വീകരിച്ചേ മതിയാകൂ എന്നും സുപ്രീം കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് തമിഴ്നാട് സർക്കാരിന്റെ നടപടി വന്നിരിക്കുന്നത്.